അതിന് സാധ്യതയുള്ള ഇപ്പോഴത്തെ ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നത് ഒട്ടും ശരിയാവില്ല, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് ആ ആലോചന വേണ്ടെന്ന് വെച്ചത്. അപ്പൊ എന്താ വേണ്ടത്? ഈ പാതാളക്കുഴിയിൽ നിന്ന് കയറണം, അതിന് നല്ല പ്രതിച്ഛായയുള്ള ഒരാൾ വേണം. നോക്കുമ്പോൾ പറ്റിയതാരാ? കെ ജയകുമാർ നേരത്തെ ദേവസ്വം ബോർഡിന്റെ ചീഫ് കമ്മീഷണർ ആയിരുന്നു. അതുപോലെ അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദേവസ്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ശബരിമലയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ ഒരു അറിവ് അല്ലെങ്കിൽ പരിചയ സമ്പത്ത്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഊരമില്ലാത്ത പ്രതിച്ഛായ, അതും കൂടി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു CPM-ന്റെ ലക്ഷ്യം. അതിലേക്കാണ് കാര്യങ്ങൾ മെല്ലെ നീങ്ങുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിക്കാതെ CPM-ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവിടെ യുവതികളെ കയറ്റാൻ നടത്തിയ ശ്രമം 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ, അതനുസരിച്ചുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാനും അങ്ങനെ നവോത്ഥാന നായകനാകാനും പിണറായി വിജയൻ ശ്രമിച്ചതാ. ആ വഴിക്കൊരു വലിയ പരിശ്രമം ഉണ്ടായി, പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. അതിന്റെ ദോഷഫലങ്ങൾ പിന്നീട് നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി. അത് CPM-ന് മനസ്സിലായി. അതായത് CPM-ന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന ഹിന്ദു വോട്ടർമാർ ഒരു നല്ല ശതമാനം മറ്റ് ചേരികളിലേക്ക് മാറി. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഭക്തന്മാരെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത്.